ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ആളുകൾ എൻ്റെ DM-ൽ വന്ന്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടില്ല. ചേട്ടാ, ഈ വീഡിയോ റിയാക്ട് ചെയ്യും. കമന്റ് സെക്ഷനിലും കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിലും കുറെ പേര് വന്ന് പറയുന്നു, ചേട്ടാ ഈ വീഡിയോ റിയാക്ട് ചെയ്യും. വേറെ ആരുടെയും വീഡിയോ അല്ല, നമ്മുടെ സ്വന്തം രണാസുനയുടെ ഡാഡി തങ്കച്ചൻ തങ്കുവിന്റെ വീഡിയോ ആണ് ഗൈസ്. തങ്കച്ചേട്ടൻ എന്ന് ഞാൻ തങ്കുവിനെ വിളിക്കത്തുള്ളൂ കേട്ടോ, ഒരു സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണെന്ന് കൂട്ടിക്കോ. രേണുസുതിയെ നമ്മൾ ഇനി മുതൽ രേഷ്മ തങ്കച്ചൻ എന്നേ വിളിക്കത്തുള്ളൂ. കാര്യം അത് നല്ല പേര് രേഷ്മ തങ്കച്ചനാണ്, അത് ചേരും, അച്ഛനും മോളും കൂടെ ചേരും. ഈ രേണുസുതി എന്ന് വിളിക്കുന്നതിനേക്കാളും ചേർച്ച രേഷ്മ തങ്കച്ചൻ, അച്ഛന്റെ മോള് തന്നെ എന്ന്, അല്ലെങ്കിൽ മോടെ അച്ഛൻ എന്ന് രണ്ടുപേരും ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്ത ദിവസമാണ്. ഇവർക്കൊരു വീട് കിട്ടി. ഇവരുടെ വീടിനെ ചൊല്ലി കുറച്ച് ദിവസങ്ങളായിട്ട് കോൺട്രവേഴ്സീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ചോർച്ചയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ദാനം കിട്ടിയ പശുവിന്റെ അകിടിന്റെ എണ്ണം നോക്കരുതെന്നാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ തങ്കുവിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദാനം കിട്ടിയ പശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അകിടിനകത്ത് മുട്ടുസൂചി വെച്ച് എക്സ്ട്രാ തുളയുണ്ടാക്കി അതിനകത്ത് സ്ട്രോ ഇട്ട് പാലെടുക്കുന്ന ടീമാണ് തങ്കു. പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ചാനലിൽ തങ്കുവിന്റെ ഒരു ഇന്റർവ്യൂ വന്നു. ആ വീട് വെച്ച് കൊടുത്തവനും വീട് വെക്കാൻ സ്ഥലം കൊടുത്തവനും പോയങ്ങ് ചത്താ മതി. അമ്മാതിരി പെലയാട്ടാണ് തങ്കു അതിനകത്തിരുന്ന് പറഞ്ഞേക്കുന്നത്. ലേശം ഉളുപ്പുണ്ടോ? ഉളുപ്പെന്ന് പറയുന്ന സാധനം ലേശം ഉണ്ടെങ്കിൽ ഈ മാതിരി കന്നന്തിരി ഇരുന്ന് പറയൂല. എല്ലാവർക്കും തങ്കുവിന്റെ വക ആട്ടുസൂപ്പ് കിട്ടി, നല്ല ഒന്നാന്തരം ആട്ടുംതുപ്പ്. ആദ്യം ഫിറോസ് വീട് വെച്ചു കൊടുത്ത KDCയുടെ മെയിൻ ആളായിട്ടുള്ള ഫിറോസിനാണ് ഏറ്റവും കൂടുതൽ ആട്ടുംതുപ്പ് കിട്ടിയേക്കുന്നത്. ഇനി സഹായിച്ച എല്ലാവർക്കും ആട്ടുംതുപ്പ് എന്ന് കിട്ടിയിട്ടുണ്ട്, ആട്ടും സൂപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ശ്രീകണ്ഠൻ നായർ കൂടെ ഉള്ളു ഇനി ആട്ടും സൂപ്പ് കിട്ടാൻ. ഇനി എടുപ്പ് ആട്ടും സൂപ്പ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. സഹായിച്ച എല്ലാവരും ചെന്ന് കഴിഞ്ഞാൽ തങ്കുവിന്റെ വക നല്ല ഒന്നാന്തരം ആട്ടും സൂപ്പ് കൊടുക്കുന്നുണ്ട്. പോയി മേടിക്കുക കേട്ടോ, എല്ലാവരും പോയി മേടിക്കുക. സഹായിച്ച എല്ലാവരും, ആ വീടിന് സ്പോൺസർഷിപ്പ് നടത്തി എല്ലാവരും പോയി ആട്ടും സൂപ്പ് മേടിക്കണം. നമ്മുടെ ഈ രേഷ്മ തങ്കച്ചന്റെ വീട് ഞാൻ ഇതുവരെ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഈ മാതിരി അളുമ്പ് കണ്ടന്റ് എടുത്തിടുന്നത്. മെയിൻ ചാനലിൽ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇടാന്ന് വിചാരിച്ചു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ മറ്റേ അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആക്സിഡന്റിന്റെ ഒരു വീഡിയോ, ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ, അതിന്റെ വ്യൂവർഷിപ്പ് നിങ്ങളൊന്ന് കാണണം. അതിന്റെ വ്യൂവർഷിപ്പും ഈ വീഡിയോയുടെ വ്യൂവർഷിപ്പോടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു കാര്യമില്ല. നമ്മൾ റിലവന്റ് ആയിട്ടുള്ള എത്ര ടോപ്പിക് ചെയ്താലും ഒരു കാര്യമില്ല. ഈ മാതിരി കൊണച്ച കണ്ടന്റിന് യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ റീച്ച് ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ ഭയങ്കര പ്രഷറിലാവുകയാണ് ഈ കൊണച്ച കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കഞ്ഞി കുടിച്ച് പോകണ്ടായോ? അത്രേ ഉള്ളൂ. ഇന്ന് തങ്കുവിന്റെ പെലയാടിനെ പറ്റിയാണ് കേസ് നമുക്ക് സംസാരിക്കാനുള്ളത്. മെയിൻ സ്ട്രീം മണ്ണി വന്ന തങ്കുവിന്റെ ഇന്റർവ്യൂ കാണാം. തങ്കുവിന്റെ വീടിനെ പറ്റി ആണ് തങ്കു സംസാരിക്കുന്നത്. അപ്പോ നമുക്ക് ഓരോന്നായിട്ട് സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. എന്താ അല്ലേ? അതല്ലേ എന്റെ ഒരു ശരി. ഇവിടെ വെറും ഒരു എന്താ പറയുക, ക്ലേ പോലെ ഒരു സാധനം, കുമ്മായം പോലെ പാക്കറ്റ്, കുമ്മായം പോലെ 50 കിലോയുടെ പാക്കറ്റ് കൊണ്ടടിക്കും. ഞാൻ അന്ന് ചോദിച്ചത് നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോഴത്തെ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. ഞാനൊന്നും മിണ്ടാതെ പറയുന്നത്, എനിക്ക് വർക്ക് അറിയാം, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ വീടിന്റെ ഭിത്തി തേച്ചിരിക്കുന്നത് കുമ്മായം വെച്ചാണെന്നാണ് തങ്കു പറയുന്നത്. തങ്കു പഴയ ഭയങ്കര വർക്കാണ്, ഭയങ്കര മിസ്ത്രി എന്തോ വരുന്നെന്ന് തോന്നുന്നു. അതൊരു പുള്ളിക്ക് വർക്ക് അറിയാം. പക്ഷെ ഇവരിങ്ങനെ തേക്കുന്ന കണ്ടുകൊണ്ട് തങ്കു മിണ്ടാതെ ഇരുന്നു എന്നാണ് പറയുന്നത്. എന്താ തങ്കു അങ്ങനെ മിണ്ടാതിരുന്നത്? തങ്കു ഒന്നും അവർക്ക് വേണ്ട ഇത് കൊടുക്കണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഈ മാതിരി പെലയാട്ട് നടത്തിയാൽ മതിയോ? ഈ വീടിന്റെ അതാണ് തേപ്പ്. പക്ഷെ അയ്യോ, അതൊന്നും അല്ല തേപ്പ്. നിങ്ങളിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് തേപ്പ്. നല്ല ഒന്നാന്തരം തേപ്പ്. ഉണ്ടാക്കിയവനും കൊടുത്തവനും വന്നവനും പോകുന്നവനും നല്ല അസലായിട്ട് നിങ്ങളിപ്പോ തേച്ചോണ്ടിരിക്കുകയാണ്. കാര്യം ഞാൻ പറയാം, ഇതിന്റെ തറകെട്ട്, ഇതിന്റെ ഭിത്തികെട്ട്, ഇതിന്റെ കോൺക്രീറ്റ്, ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്യും. സന്തോഷം. തങ്കു സർട്ടിഫൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് പണിതിട്ടുണ്ട്. പക്ഷെ വീട് കൊള്ളത്തില്ല. തങ്കു, നമുക്കൊരു കൺസ്ട്രക്ഷൻ കൺസൾട്ടൻസി തുടങ്ങിയാൽ എന്ത് പറയുന്നു? തങ്കു നല്ല പണിക്കാരനാണെന്ന് തോന്നുന്നല്ലോ. ബാക്കി ഇത് തേച്ചത് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് കുമ്മായം കൊണ്ട് തേച്ചത് കൊണ്ട് മുഴുവനും മഴ നനഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. പുറകിൽ വീടിന്റെ ബാക്കില് കുമ്മായം വെച്ച് തേച്ചതുകൊണ്ട് മഴ നനയുമ്പോൾ ഈ കുമ്മായം ഒലിച്ചു പോകുന്നതാണ് തങ്കുവിന്റെ പരാതി. വീടിന്റെ അകം എരുമത്തൊഴുത്ത് പോലാണ് കിടക്കുന്നത്, അതിനേക്കാളും കഞ്ഞിയായിട്ടാണ് കിടക്കുന്നത്. അന്നേരമാണ് തങ്കു ബാക്കിലുള്ള തങ്കുവിന്റെ ആശങ്ക പറയുന്നത്. ആദ്യം വീടിന്റെ അകം ശരിയാക്കണവേ, എന്നിട്ട് കടന്ന് ബാക്ക് വശം ഉണ്ടാക്കാൻ നിൽക്കി. നമുക്ക് ഈ വീടുണ്ടാക്കുന്ന ഇദ്ദേഹവും രേണു പറഞ്ഞ പച്ചക്കള്ളം എന്ന് പറഞ്ഞ രേണുവിന് കുറെ കാര്യങ്ങൾ. വീട് വെച്ചു കൊടുത്ത ഫിറോസിനെതിരെയാണ് രേണു ചോരു എന്ന് പറഞ്ഞത് പച്ചക്കള്ളം എന്ന് ഫിറോസ് പറഞ്ഞു. അതിനെപ്പറ്റിയാണ് തങ്കു പറയുന്നത്. പിന്നെ ഫിറോസ് സമ്മതിക്കണമായിരുന്നോ? അങ്ങേരുടെ ബിസിനസ് ആണ്, അങ്ങേര് സമ്മതിച്ചു കഴിഞ്ഞാൽ അങ്ങേരുടെ ബിസിനസ് ഇടിഞ്ഞു പോകും. അങ്ങേര് ഇത്രയും നാട്ടുകാർ മൊത്തം കാണാൻ ആ പിള്ളേർക്ക് ഒരു വീട് വെച്ച് കൊടുത്തിട്ട് ആ വീട് ചോരു എന്ന് പറഞ്ഞ് അങ്ങേരുടെ മുച്ചൂടും മുടിക്കാൻ തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അങ്ങേര് അത് അക്സെപ്റ്റ് ചെയ്യണമായിരിക്കും. ഇല്ലയോ തങ്കു? തങ്കു ആള് കൊള്ളാമല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്
ഒരു കാര്യം കൂടെ പറഞ്ഞു. കൊല്ലംകാർ ഇവിടെ താമസിക്കുമെന്ന് ഇയാൾ ഓർത്തത്. രേണുവിനോ കൊല്ലംകാർക്കോ അല്ല വീട്, നേരെ സുധിയുടെ മക്കളുടെ പേർക്കാണ് ഇത്. ഈ ഇവിടുത്തെ ഈ ബിഷപ്പ് 7 സെന്റ് സ്ഥലം കൊടുക്കുകയും. ആ പ്രയോഗം ശ്രദ്ധിച്ചോ, കൊല്ലംകാർ ഇവിടെ താമസിക്കുമെന്ന്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫിറോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സുധിയുടെ അമ്മയും ഈ മക്കളും എല്ലാരും കൂടെ ആയിരിക്കും ഇവിടെ താമസിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ ഇപ്പൊ താമസിച്ചില്ല, അട്ടിപ്പാറ അടിച്ച് കിടക്കുന്നത് രേണുവും അവന്റെ തന്തയും ടീംസും എല്ലാം കൂടാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ പ്രയോഗം കൊല്ലംകാർ, സുധിയുടെ വീട്ടുകാരെന്നല്ല പറഞ്ഞേക്കുന്നത്. കിച്ചു അവരുടെ കൂടെ എന്താ തോന്നുന്നു നിൽക്കുന്നത്. സുധിയുടെ ഫാമിലിക്ക് അവിടെ ഒരു വിലയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. അവരൊന്നും അങ്ങോട്ട് വരുന്ന പോലും ഞാൻ ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. കിച്ചു തന്നെ അങ്ങോട്ട് വരുന്ന അതിഥിയെ പോലാണ്. അവിടെ വന്നിട്ട് 1-2 മണിക്കൂറോടെ നിന്നിട്ട് ആ കൊച്ചിനെ കളിപ്പിച്ചിട്ട് അവന്റെ വാട്ടിൽ നോക്കി പോകും. ആ വീട്ടിനകത്തോട്ട് ചെന്ന് ഇരിക്കാൻ പോലുള്ള ഇടമില്ല. 24 എന്ന ചാനലാണ് ഈ കുഞ്ഞുങ്ങളുടെ രണ്ടിന്റെ വിദ്യാഭ്യാസവും അവർക്കൊരു ഭവനവും ഉണ്ടാക്കി തരുന്ന അവരാണ് ഏറ്റത്. ഈ സംഘടന, ഈ KHDC എന്ന് പറഞ്ഞ സംഘടന അങ്ങോട്ട് ചെന്ന് അവരോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാം, ഞങ്ങൾ ഒത്തിരി പേർക്ക് ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് ഈ ചെയ്ത്. അവരുടെ ജന്മത്ത് അവർക്ക് ഇമാതിരി ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാവും. അങ്ങേര് ഒരിക്കലും അത് മറക്കൂല. ഒരു വീട് വെച്ചു കൊടുത്തിട്ട് അങ്ങേര് ഇനി കേൾക്കാൻ ഇനിയൊന്നും. ഫിറോസ് ഇപ്പം ഡെയിലി ആട്ടു സൂപ്പാ കുടിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊന്നും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ വരും, കുഴപ്പം അങ്ങനെ വരും. നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയത് ലാഭം മാത്രം. ഫ്രീ ആയിട്ട് ഫുള്ളി ഫർണിച്ചേർഡ് ആയിട്ടുള്ള, ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു വീട് നിങ്ങൾക്ക് കിട്ടി. പോയപ്പോ ആർക്ക് പോയി? ഫിറോസിന് പോയി. അങ്ങേരുടെ ബിസിനസിനെ അടിച്ചാക്ഷേപിച്ചു, അങ്ങേരെ ആക്ഷേപിച്ചു, അങ്ങേരുടെ മാനസിക നില തെറ്റിച്ചു, മാനം പോയി, പണം പോയി, സമയം പോയി, എന്നിട്ട് അവസാനം ചീത്തപ്പേരും. പിന്നെ ആ കൂടി ഏറ്റവും അവസാനം കിട്ടിയത് എന്താണ്? തങ്കുവിന്റെ വക ആട്ടും സൂപ്പ്. അപ്പൊ നിങ്ങൾക്കൊന്നും കാണത്തില്ല, ഇത് കൊടുത്തവരാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സത്യം ഞാൻ പറയാം, 1 വർഷം കഴിഞ്ഞ് ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. അറിയാവോ? ഇത് ഞാൻ ചോദിച്ചപ്പം എനിക്ക് എന്നാ കാര്യം എന്നുള്ള അർത്ഥത്തിൽ അയാൾ സംസാരിക്കും. പിന്നെ ഞാൻ വിളിച്ച എടുക്കത്തുമില്ല. അപ്പം വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ ഈ ഫിറോസ് തന്നെ വേറൊരു ചാനലിൽ പറയുന്നുണ്ട്. നമുക്കൊന്ന് വെക്കാവേ. നമ്മൾ ഈ വീടിന്റെ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു 7 മാസത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്ത്. അത് നമുക്ക് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത്. അപ്രൂവൽ കിട്ടി നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഇവർ വില്ലേജിൽ ഒരു 1 ടൈം ടാക്സ് അടക്കണം. അത് ഇവരടക്കണം. ഇവർ 1500 രൂപയുടെ വരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അത് അടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു, ഒരു 1000-1500 രൂപ അടയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു വീടുണ്ടാക്കി കൊടുത്ത്, ഇത്രയും നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അത് അടയ്ക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ. എന്താ തങ്കു, ഇതൊക്കെ ശരിയാണോ? തങ്കു ഇതല്ല, ഇതിന്റെ അപ്പുറം പറയുമോ? നമുക്ക് ഇതൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1500 രൂപയുടെ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞപ്പം അടയ്ക്കാൻ തങ്കുവിന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞത്. തങ്കുവേ, എന്നിട്ട് ഇപ്പൊ വന്നിട്ട് 1 ഡയലോഗ് അടിക്കുക കേട്ടോ. ഇന്നലെ രാവിലെ സാജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പത്തനംതിട്ടക്കാരൻ. അദ്ദേഹം വിളിച്ച് പറയുന്നു, അച്ഛാ ഇനി നിങ്ങൾക്ക് ഫിറോസ് പറഞ്ഞ ഇനി നിങ്ങൾക്ക് ഇത് തരികയല്ല, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരികയല്ല, നിങ്ങൾ ചെന്ന് ഉണ്ടാക്കിക്കോളാം. ഇത്രയും അവരെ അപരാധിച്ചിട്ടും അങ്ങനെ അത്രയല്ലേ പറഞ്ഞു ഉണ്ടാക്കിക്കൊള്ളാൻ. ഞാനെങ്ങാണ് വരുന്നെങ്കിൽ തങ്കം ചേട്ടന്റെ ഒന്നും പറയുന്നില്ല, ബാക്കി പൂരിപ്പിച്ചോ. ഇത്ര നാളെ ഞാൻ ഉണ്ടായിരുന്നത് എന്നാന്നറിയോ? ഞാനും തന്നതല്ലേ. നമ്മളെന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ എടുത്തേണ്ട കാര്യമില്ല. നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ ചെയ്യാം എന്ന് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിരിക്കുകയായിരുന്നു. അന്നേരമാണ് അദ്ദേഹം രേണു പറഞ്ഞ പച്ചക്കള്ളം. ഇത്രയും വലിയ തങ്കു എന്താണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഇപ്പോഴെങ്കിലും മിണ്ടിയല്ലോ. ഈ തൊട്ടിയ സ്വഭാവം നാട്ടുകാർക്കൊന്നും മനസ്സിലായല്ലോ. രേണുവിന്റെ ഡാഡി തന്നെ പ്രൂവ്ഡ്. കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാജുദ്ദീൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അതെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്തോണം, ഇനി അവിടെ മഴ നനഞ്ഞാലും ഒരു വരെ ഒന്നും വരുത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയത് വരെ നിരത്ത് വന്നു. നിങ്ങളുടെയൊക്കെ വായിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഇതല്ല, ഇത് ഇടിച്ച് നിരത്തിയിട്ട് പിന്നെ സംസാരിക്കാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അമ്മാതിരി കച്ചറ സംസാരത്തിലൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു വീട് അങ്ങേരുടെ കയ്യിരിക്കുന്ന പൈസയും കൊടുത്ത് അങ്ങേരുടെ സമയവും കളഞ്ഞ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ വീട് വെച്ചവനെയാണ്, കിടക്കാൻ ഒരു ഇടം കൊടുത്തവനെയാണ് ഈ ഇരുന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരുടെ ആദ്യത്തെ ഒരു വീട് കാണണം. ആ വീട് ഈ വീടും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. അതിനകത്ത് എവിടൊക്കെ ചോർച്ച ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പോഴാണ് ഇങ്ങനൊരു വീട് കിട്ടിയിട്ട് അതിനകത്ത് തൂവാനം അടിച്ച് വരുന്ന ചോർച്ചയെ പറ്റി സമ്മതിക്കണം കേട്ടോ. തൊലിക്കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണ്ടാമൃഗത്തിന് പോലും കാണൂല ഇമാര് തൊലിക്കട്ടി. നന്ദി എന്നൊക്കെ പറയാൻ നിങ്ങളെ കണ്ടു പഠിക്കണം. എന്താണ് നന്ദിയില്ലായ്മയെന്ന് അറിയണമെങ്കിൽ. സംഭവം തന്നെ തങ്കുവിന്റെ നെഞ്ചത്ത് ഫാൻ വന്ന് വീണ കഥ പറയുന്നുണ്ട്. നമുക്ക് അതോടെ കേൾക്കാം. പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന 1.5 ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് കേട്ടു. ഞാൻ എന്തായാലും ഇങ്ങനെ പുറത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ തട്ടി കഴിഞ്ഞപ്പം വന്ന്
എന്തുവാ എന്റെ ഇവിടെ പിടിച്ച് ഈ ഒരു മുറിഞ്ഞ പാടാണ്. എന്താ മുറിഞ്ഞ പാവോ? ഇതെന്താ വട്ടച്ചോറി ഒന്നുമില്ലേ തങ്കു? സത്യം പറ, കള്ളം പറയില്ലേ? ഫാൻ വന്ന് കറക്റ്റ് നെഞ്ചത് വീഴാൻ തലമുണ്ടക്കാണ് വീണായിരുന്നെങ്കിൽ അവിടെ കാണാൻ മാറിക്കിടന്നേനെ. ഇതിപ്പോ നമ്മൾ അനുഭവിക്കേണ്ട അവസ്ഥയായല്ലോ ദൈവമേ. ഇതെല്ലാം ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. പിന്നെ അവിടെ ആരാ താമസിക്കുന്നത്? ഇവിടെ വന്ന് ഇവിടെ താമസിച്ചു. തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടോട്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവറ്റകളിൽ നിന്ന് ഇറക്കി വിടാൻ വല്ല മാർഗമുണ്ടോ? എന്താണെങ്കിലും നല്ല അർഹതപ്പെട്ട ടീംസിനാ വീട് കിട്ടി. ഒരു നല്ല വീട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ എന്റെ ചൊറിച്ചിൽ രേണുവിനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? അതിന് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം എന്ത്? നമ്മുടെ വീട്ടിലെ കൊച്ചുവല്ലോ ആണ്. ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? അല്ല, നിന്റെയൊക്കെ പണി എന്ത്? കൊച്ചിനെ നോക്കലല്ലേ? ഒരു പണിയിലെ വീട്ടിലിരിക്കല്ലേ, കൊച്ചിനെ നോക്കട്ടെ അങ്ങോട്ട് ഇരുന്നിട്ട്. അതിനൂടെ നമുക്ക് നമ്മളിന് ചെലവിനെ നാട്ടുകാരിലോട് പിരിച്ചു ആയ നിർത്താമെങ്കിൽ പിന്നെ ചേട്ടാ തങ്കു വലിയ ഇടങ്ങാറാണല്ലോ. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ ഭിത്തി ഇങ്ങനെ അകത്ത് പെയിന്റും എല്ലാം കാണും, പുറത്ത് കറുത്തിരിക്കും മുഴുവൻ. അതിന്റെ ആ സിമെന്റും കൂടെ കട്ടയുടെ സിമെന്റും കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞു പോകും. അങ്ങനെ വീടിന്റെ അവസ്ഥ. അന്നേരം അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് അകത്തും വേസ്റ്റ് വീടിന്റെ പുറത്തും വേസ്റ്റ്, 2 സൈഡിലും വേസ്റ്റ് ആവും. അല്ലാത്ത അവസ്ഥ. ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതോടെ നിർത്തി. ഇനി ഇത് വീഡിയോ കടന്ന് ആരും ജന്മത്ത് കേരളത്തിൽ ആർക്കെങ്കിലും വീടുണ്ടാക്കി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ, ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന ആൾ അവിടെ താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാർ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത്. ഇല്ല, ആരും ഇനി ചെയ്യത്തില്ല. ഇനി ചാവാൻ കിടന്നാൽ പോലും വെള്ളം പോലും ഇനി ആരും എടുത്തു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അജാദ് ടീംസ് അല്ലയോ ഇവരൊക്കെ. കാര്യം നടക്കുന്നത് വരെ കുമ്പിട്ട് നിൽക്കും, കാര്യം കൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കൂമ്പിട്ടിടിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം വേദന മാറാൻ വേണ്ടിയിട്ട് തങ്കുവിന്റെ വക ആട്ടും സൂപ്പ്. സൂപ്പർ കോമ്പിനേഷൻ ആണ്. തങ്കു ഒരുപാട് പേര് ആട്ടും സൂപ്പ് കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൂടി പറയും. വീട് കിട്ടിയോണ്ട് അവർക്ക് മനപ്രയാസം, ഇതിനേക്കാളും മനപ്രയാസമാണ് നിങ്ങൾക്ക് വീട് തന്നവർക്ക്. മനസ്സിലായോ? അവരായിരിക്കും തീട്ടക്കുഴിയിൽ പോയി വീണാൽ പോലും അവർക്ക് ഇത്ര റിഗ്രറ്റും അടിക്കൂല. സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് നോക്കട്ടെ. ഇവിടെ കൊച്ചിനെ പറയട്ടെ, അവരിഞ്ഞ ആ കൊച്ചിനെ നോക്കട്ടെ. ഇവിടെ തന്നെ ഇല്ലേ കൊച്ചി? ഇവിടെ ഒരു തള്ളയാണാ? ഇവക്കെന്തോ പണി? വന്ന് ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? ആഹാ, ഇനി അതൂടെ നമ്മൾ ഏറ്റെടുക്കാം. കൊള്ളാല്ല തന്നേമോളും. ഒന്നിനൊന്നിനും മെച്ചം. ചുരുക്കം പറഞ്ഞാൽ കൊച്ചിനെ നോക്കാൻ വയ്യ മറ്റവർക്ക്. ഒരുപാട് വട്ടം എടുത്തെടുത്ത് പറയുന്നുണ്ട് കൊച്ചിനെ ആരും നോക്കും. അവിടെ കൊച്ചിനെ നോക്കാൻ ആരും ഇല്ലെന്നേ. കൊച്ചിന്റെ വ്ളോഗിനകത്ത് കൊച്ചിന്റെ അവസ്ഥ ഉണ്ട്, ഭയങ്കര ശോകം കേട്ടോ. പിന്നെ അടുത്ത പരാതി തങ്കുവിന്റെ അയലത്ത് ആരും ഇല്ല എന്നുള്ള പരാതിയാണ്. നമുക്ക് അതോടെ കേൾക്കാം. ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഇവിടെ അയൽവക്കം എന്ന് പറഞ്ഞാൽ 5.5 ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷയമുള്ളൂ. ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട്. ഇനി അയൽവക്കക്കാരെയും കൂടെ അവരുണ്ടാക്കി തരാം. ഒരു കണക്കിന് അയൽവക്കക്കാരില്ലാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ തങ്കുവിന്റെ പലയാട്ട് കേട്ട് ആരെങ്കിലും അവിടെ നിൽക്കുവോ? ആരെങ്കിലും ഉണ്ടായിരുന്ന വീടും വിറ്റ് മുണ്ടും പൊക്കി ഓടിയാനെ. കാര്യം രാവിലെ ആട്ടു സൂപ്പ് കൊടുക്കാൻ തുടങ്ങുന്നതാ, രാത്രി വരെ മിക്കവാറും ആട്ടു സൂപ്പ് കുടിച്ചോണ്ടിരിക്കേണ്ടി വരും. ആരെങ്കിലും ഈ ആട്ടു സൂപ്പ് കുടിച്ചോണ്ടിരിക്കുവോ? ഇനി 24 ന്യൂസിനെ സ്മരിക്കുന്നുണ്ട്, നമുക്ക് അതോടെ കേൾക്കാം. അന്തസ്സായിട്ട് 24 ഇവിടെ പണിത് തരുമായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ വീടുന്നില്ല. അവർ അന്തസ്സായിട്ട് 2 വീടും 2 മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും. ദേവത്തിനാണ് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളൊന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. 24 എന്ന് വെച്ചാൽ അച്ചി വീടാണല്ലോ, പണയങ്ങ വെച്ച് തരാൻ വേണ്ടിട്ട്. ശ്രീകണ്ഠൻ നായർ സാർ, നിങ്ങൾ ജസ്റ്റ് മിസ്ഡ്. നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഇപ്പൊ ഫിറോസ് മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുടിക്കേണ്ട ആട്ടു സൂപ്പാണ് ഇപ്പൊ ഫിറോസ് കുടിച്ചോണ്ടിരിക്കുന്നത്. തങ്കുവിന്റെ പെലേട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്റർവ്യൂ ആയതിന്റെ പേരിലെങ്ങാണ്ടാണ് ഒരു മയത്തി വിടുന്നത്. ഇത് കണ്ടാ അറിയാം, ആളെ കണ്ടാലേ അറിയാം ഊരിലെ പഞ്ഞം. വേറെ ടീമാണ്. ഈ പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ, കിച്ചുവിനും ഋതുവിനും ഭയങ്കര സ്നേഹമാണ് അവർക്ക് രണ്ടുപേരും. പക്ഷെ പല മലയാളികളും ഋതുവിനെ മറന്നു പോകുന്നു. മക്കളാണ് രണ്ടുപേരും. ആ കുഞ്ഞിനെ മറന്നു പോകുന്നു പല ആൾക്കാരും. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? കിച്ചുവിന് ആളുകളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഹ്യൂജ് സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സ്നേഹവും കരുതലും ഇളയ മകനായ എന്ന് വെച്ചാൽ രേണുവിന്റെ മകന് കിട്ടുന്നില്ല എന്നുള്ള ഒരു ആവലാതിയാണ് രേണു ഇപ്പൊ അവിടെ കാണിച്ചത്. 2 മക്കള് ഒരുപോലാണെന്നൊക്കെ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയും, പക്ഷെ അത് പറച്ചില് മാത്രമേ ഉള്ളെന്ന് ഏതാണ്ട് ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇത് 2 പേരും ഒരുപോലെ നോക്കുന്നെങ്കിൽ ആ ചെറുക്കൻ ഒരിക്കലും പോയി കൊല്ലത്ത് അവിടെ നിൽക്കത്തില്ല. അവന്റെ അനിയന്റെ കൂടെ അവന്റെ അമ്മയെന്ന് പറയുന്ന സോക്കാൾഡ് രേഷ്മ തങ്കച്ചന്റെ കൂടെ നിന്നേനെ. മാത്രമല്ല തങ്കുവിന്റെ നേതൃത്വത്തിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, കൊല്ലംകാർ. സുധിയുടെ വീട്ടുകാരെന്ന് പോലും പറയാൻ പുള്ളിക്ക് താല്പര്യപ്പെടുന്നില്ല. കൊല്ലംകാർ എന്ന് വെച്ചാൽ 2ാം തരക്കാരാണ് അവർ. ഇവർക്ക് കിച്ചു വരെ അവിടെ ഗസ്റ്റ് ആയിട്ടാണ് വരുന്നത്. മനസ്സിലായോ? ആ രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്.
ഈ വീട് അവരങ്ങ് ഓൺ ചെയ്തു. കിച്ചുവിനൊന്നും അവിടെ ഒരു യാതൊരു വിലയും. ആരെങ്കിലും നമുക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അവരോട് എങ്ങനെ നന്ദി പ്രകടനം എത്ര നല്ല രീതിയിൽ നടത്താമെന്നാണ് തങ്കു എന്ന് നമ്മളെ പഠിപ്പിച്ചത്. വളരെ വലിയൊരു പാഠമാണ് നിങ്ങൾ ഇന്ന് പഠിച്ചത്. എല്ലാവരെയും സഹായിക്കണം, എന്നിട്ട് ഇങ്ങനെയുള്ള നന്ദികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആരെയെങ്കിലും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്തയ്ക്കുള്ളി പ്രതീക്ഷിച്ചുകൊണ്ടേ സഹായിക്കാൻ നിക്കത്തോളിനി. രണാസുരയുടെ കരച്ചിൽ കണ്ടിട്ട് സഹായിക്കാൻ ചെന്ന ആളുകൾ ഇപ്പൊ അവരിരുന്ന് കരയുന്നുണ്ടായിരിക്കും ഇവർക്ക് വീട് വെച്ച് കൊടുത്തതിന്റെ പേരിൽ. അപ്പം കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗൈസ്. ഇതിന്റെ ഒരു പാർട്ട് 2 കൂടെ ഉണ്ട്. അത് ഞാൻ എന്റെ സെക്കൻഡ് ചാനലിൽ ഇട്ടേക്കാം, നിങ്ങൾ അവിടെ പോയി അത് കണ്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോ തങ്കുവിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ റിയാക്ഷൻ വീഡിയോ ആണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.